ടീച്ചറേയും വന്ന് ഫൈറ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ യോധയില് ചെയ്ത് ശ്രീകുമാർ പറയണല്ലേ ചേട്ടൻ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഷാപ്പില്ല, അവിടെ ചെന്നിട്ടാണ് എന്നെ ഇറക്കി വെച്ചത്. ബിജു ചേട്ടന്റെ കാണാത്ത ഒരു നടത്തമൊക്കെ ഞങ്ങൾ കണ്ടു ഫൈറ്റിന് ശേഷം. അതാരെയും കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫൈറ്റിലോട്ട് വരാം. അല്ല പേടിച്ചിട്ടോ മുതലാളി. ചേച്ചി എപ്പോഴും കൂളായിട്ട് എടുക്കുക. പുള്ളിക്കാരി കൈയൊക്കെ മറ്റേ പൊടിഞ്ഞ് വെച്ചിട്ട് എനിക്കറിയാമായിരുന്നു എന്തോ ഒരു കുഴപ്പമാണ്. എനിക്കറിയാം ഒന്നാമത് ഇന്ന് പൗർണമിയിൽ എന്തോ ഇതാന്നൊക്കെ പറഞ്ഞു. അത് കിട്ടിയിട്ടേ ആ ഷേക്ക് നമ്മള് കാണിക്കണ്ട, അത് വന്നോളും. എനിക്ക് തോന്നുന്നു പീറ്റർ ഹെൻ രണ്ടും കൽപ്പിച്ചു വന്നതാണ്. എന്തായാലും ഇവന്മാർ ഇത്രയും റിയലിസ്റ്റിക് സിനിമ എടുക്കുമെങ്കിൽ ഞാൻ റിയലിസ്റ്റിക് ഫൈറ്റും എന്താന്ന് കാണിച്ചു തരാമെന്ന്. ടിനിച്ചാണ് അങ്ങനെ വിളിക്കുന്ന ബോൺ ആക്ടർ എന്നാണ്. എപ്പോഴും ബോൺ ഓടിയുള്ളൂ. ഒരു ഫൈറ്റിൽ സാധാരണഗതിയിൽ ഒരാളെ ഇടിക്കുന്ന സമയത്ത് ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുള്ളൂ. ഇത് കഴിയാണ്ട് ഒരാൾ ഇങ്ങനെ വരില്ലല്ലോ. വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. അല്ല നമസ്കാരം. നമസ്കാരം. നമസ്കാരം പ്രത്യേകതയായി. അല്ല അതെല്ലാം ഒന്ന് വിളിച്ചാൽ ഇടിയൻ ചന്തു നിൽക്കുകയാണ് അല്ലേ? നമ്മള് കൊറേ ആയി കണ്ടിട്ട്. ഇപ്പൊ നമ്മൾ ഭാഗ്യം. എന്തൊരു സുഖമായിരുന്നു അറിയോ. ഞാൻ ഇത്രയും സമാധാനം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. ചിരിക്കണ ഭയങ്കര ചിരിയായപ്പോ എല്ലാവരും മാറി മാറി നീട്ടമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ കട്ട് ചെയ്ത് കളി. ആ ഒരു പരിപാടി നമുക്കില്ല കേട്ടോ. ആ ഒരു പരിപാടി ഇല്ല. ഇന്ന് വരെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ പരിപാടിയില്ല. ശുഭാഗ്യം. സുഖം, പരമസുഖം. ഒരു അർത്ഥം വെച്ചുള്ള സംസാരം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണു അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെയല്ലേ? ഏതായാലും നല്ലൊരു സിനിമയുടെ ഭാഗം ഇടിയൻ ചന്തു അല്ലേ? എനിക്ക് തോന്നുന്നു ഇടിയൻ ചന്തു ഒരു ജീവിതമൊക്കെ കലർത്തിയെടുത്തൊരു സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായാൻ കഴിഞ്ഞിട്ടുണ്ട്. ലെനയുടെ ഗെറ്റപ്പ് തന്നെ, ഞാൻ പോസ്റ്റർ കാണുമ്പോൾ ഗെറ്റപ്പ് തന്നെ വേറെയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ട ഉടനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. ജസ്റ്റ് അതിൻ്റെ ത്രെഡ് 1 ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് എന്ന് പറയാൻ തോന്നുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഞാൻ കേട്ടത് പീറ്റർ ഹെയ്ൻ വരെ ആ 1 ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് പറഞ്ഞ ആളാണ്. അപ്പോൾ ആക്ച്വലി വളരെ ഇടിയൻ ചന്തു എന്ന് പേരുണ്ടെങ്കിലും ഒരുപാട് ലേയേഴ്സുള്ള ഡെപ്തുള്ള ഇമോഷണൽ ഡെപ്തുള്ള ഒരു പടമാണ്. എന്നാൽ നല്ല ഇടിയുണ്ട്, ഇടിയോടിടി. അതൊരു റെയർ കോമ്പിനേഷനാണ്. നമുക്ക് യൂഷ്വലി ഇടി പടങ്ങളിൽ ഇമോഷൻ മിസ്സാവും. വെറുതെ ഇമോഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇവിടെ അവിടെ ഒരു ഹീറോയിൻ, എന്നാൽ ഹീറോയിനോട് ഒരു പ്രണയം, അതിൻ്റെ ഇടയിൽ ഇടി, ആ ടൈപ്പ് ഓഫ് സംഭവമല്ല. ലേയേഴ്സ് ഉള്ള ഒരു പടമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഈ പടത്തിൽ എന്നെ ആകർഷിച്ചത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വിക്രമാദിത്യന് ശേഷം എനിക്ക് ഇത്രയും ഡെപ്തുള്ള ഒരു അമ്മ വേഷം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും ആദ്യമായിട്ടാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. വളരെ അഭിമാനത്തോടെ പറയാം. വെരി ഹാപ്പി. നല്ല മോനാണ്. എടുത്തു പറഞ്ഞിരിക്കുന്നത് വിഷ്ണു നല്ല മോനാണ്. വിഷ്ണുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞതെന്ന് വലിയ ഭാഗ്യമായിട്ട് കൂട്ടുന്നു. നല്ലൊരു കഥാപാത്രവും ഈ പറഞ്ഞതുപോലെ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രമെന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം നമുക്ക് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണം. വിഷ്ണു ഈ സബ്ജക്റ്റ് ഞാൻ കേട്ടനുസരിച്ച് വെറൈറ്റി സബ്ജക്റ്റാണ്. ഇപ്പോൾ നേരത്തെ ഇമോഷനുണ്ട്, ഇടിക്കിടിയുണ്ട്, എല്ലാം ഒത്തൊരുമിച്ച് പോകുന്ന സിനിമ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര മൊത്തത്തിൽ? ശ്രീജിത്തേട്ടൻ്റെ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത് തുടങ്ങി ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ സ്ഥിരം ഇപ്പോൾ എനിക്ക് വരുന്ന എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാമല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഏറെക്കുറെ ഒരു 70% ഒരു പൊതു സ്വഭാവം കാണാറുണ്ട് സിനിമകൾക്ക്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രീജിത്തേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യണം. ഞങ്ങളതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഇതിൻ്റെ ഒരു ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. വല്ലാൻ ചേച്ചി പറഞ്ഞ പോലെ
ലാൻ ചേച്ചിയുടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അമ്മയും മകനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഞാൻ ലാൻ ചേച്ചിയുടെ കൂടെ ഒരുപാട് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്. അസുരവിത്ത് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരുപാട് ലെയറുകൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സിൽ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഓരോ ഘട്ടത്തിലും പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ പീറ്റർ റെയിൻ മാസ്റ്റർ ഇതിലേക്ക് വരുന്നതാണെങ്കിലും പിന്നെ ഇൻസ്പയർഡ് ബൈ കുറച്ച് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻസ് ആണ്. അതായത് ഈ കഥ മൊത്തം ശരിക്കും നടന്ന അങ്ങനെയല്ല. അപ്പോൾ ശ്രീതേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ചില പുള്ളിയുടെ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു തോട്ട് തുടങ്ങുന്നത്. പിന്നെ മാസ്റ്റർ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർക്ക് പുള്ളിയുടെ ജീവിതമായിട്ട് ശ്രീചേട്ടനേക്കാളും കണക്ഷൻ പുള്ളിയുടെ ജീവിതമായിട്ട് ഇത് എന്റെ കഥയാണല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ പുള്ളി നമ്മളെക്കാളും ഇൻവോൾവ് ആയിട്ട് വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പുള്ളി പുഷ്പ 2-ൻ്റെ ഷൂട്ട് മാറ്റി വെച്ചിട്ടൊക്കെയാണ് പുള്ളി അവിടെ നമുക്കവിടെ സംസാരിക്കണം. പുള്ളി സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പുള്ളി വന്നതും ഒക്കെ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുന്ന കാര്യമാണ്. അല്ല, ശ്രീത്തിന് നമുക്കറിയാം, കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെ വന്ന ശ്രീത്തിന് കഥ അറിയാം, ഡയറക്ഷൻ അറിയാമെന്ന് നമുക്ക് ഉറപ്പാണ്. ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് നിങ്ങളൊക്കെ കൂടിയാണ് അന്ന് സബ്ജക്റ്റുമായിട്ട് അവിടെ സിവിക്കാടുത്ത് വരികയും നമ്മളെല്ലാം കൂടി ചേർന്ന് സിനിമ ചെയ്തത്, ചാക്കോച്ചനെ ചെയ്തത്. അപ്പോൾ ശ്രീത്തിന് അറിയാം, റൂട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീത്ത്. ഈ പറഞ്ഞാൽ ശ്രീത്തിന് ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ സ്കൂളിൽ അനുഭവം ഉണ്ടെന്ന് വേറെ അനുഭവങ്ങൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ് ശ്രീത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇണങ്ങിയപ്പോൾ ഒരു സിനിമ വലിയ സിനിമയായി മാറി എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ആർട്ടിസ്റ്റുകളുടെ അപ്പുറത്തേക്ക് ഒരു വലിയ സിനിമ, ഒരു ഫൈറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഫൈറ്റുകളുണ്ട്? ഒരു 5-6 ഫൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 4 ഫൈറ്റ്. അത് ഫൈറ്റ് തന്നെയായിരുന്നു, നല്ല വലിയ ഫൈറ്റ്സാ അല്ലേ? ഈ വിജയേട്ടനെ കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യിപ്പിച്ച് ഈ ഇദ്ദേഹത്തൊക്കെ വിജയേട്ടനെ ഇതുവരെ കാണാത്തൊരു മുഖം നമുക്ക് ഈ സിനിമയിൽ കാണാം. അത് എന്തൊരു മുഖമായിരിക്കും. അല്ല, പിന്നെ ഞങ്ങള് ബിജു ചേട്ടന്റെ കാണാത്ത ഒരു നടത്തമൊക്കെ ഞങ്ങൾ കണ്ടു ഫൈറ്റിന് ശേഷം. അതാരെയും കാണിക്കാൻ പറ്റില്ല. ആ ഒരു നടത്തം ഉണ്ടായിരുന്നു അതെന്തിനാന്നറിയോ? എല്ലാവരും ചോദിക്കൂലോ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പൊ പറയാലോ പീറ്റർ ഹെന്റെ ഫൈറ്റില് ഞാൻ ഇന്നലെ പീറ്റർ ഹെന്റെ ഫൈറ്റിലായിരുന്നു. തിരുമാൻ പോയി കിടന്നു ചോദിക്കുമോ? നല്ല എന്താ പറയാൻ സിനിമാറ്റിക് ലെവലിലുള്ള ഫൈറ്റിങ്. അത് ദേഹത്തോടാനുള്ള സംഭവം ഒന്നല്ല. പുള്ളി പറയുന്നത് ഞാൻ ഇത് നിങ്ങൾ റിയലായിട്ട് ചെയ്യണം. വേറൊരു വേഷം, പുതിയൊരു സ്റ്റൈലായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ സിനിമയിൽ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, പീറ്റർ ഹെൻ എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി സ്റ്റൈലൈസ്ഡും ഭയങ്കര ആളുകളെ കണ്ടുപിടിച്ചു. ഇത് വേറൊരു പീറ്റർ ഹെയ്നാ. പുലിമുരുകനിൽ കണ്ട ഫൈറ്റ് അല്ല, ബാഹുബലിയിൽ കണ്ട ഫൈറ്റ് അല്ല, മഗധീരയിൽ കണ്ട ഫൈറ്റ് അല്ല. ഇടിയൻ ജന്തുവിലെ ഫൈറ്റ് പുതിയതായിട്ട് പുള്ളി ഡിസൈൻ ചെയ്തു. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് പുള്ളി. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നതെന്ന് വലിയൊരു ഭാഗ്യമാണല്ലോ ഈ സിനിമയുടെ. തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആയിരിക്കുമല്ലോ. അല്ല, നമ്മളെ പുള്ളിനെ സമീപിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പുള്ളി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിന് നമ്മൾ കണ്ടിട്ടുള്ള പുള്ളി ബാഹുബലിയിൽ അത്ര 1000 പേരെ വെച്ചിട്ടുള്ള ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഇതിന് അതിലെ പോലെ ആയിരിക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് നമുക്കൊരു ധാരണയില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മളായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം പുള്ളി ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണ് ഓരോ ഫൈറ്റും കൺസീവ് ചെയ്യാറും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇതിലും ചെയ്തിരിക്കുന്നത് പുതിയൊരു രീതിയിലാണ്. അതായത് ഒരു ഫൈറ്റിൽ സാധാരണഗതിയിൽ ഒരാളെ ഇടിക്കുന്ന സമയത്ത് ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുമല്ലോ. ഇത് കഴിയാണ്ട് ഒരാൾ ഇങ്ങോട്ട് വരില്ലല്ലോ. എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഷൂട്ട് ചെയ്യാനും പാടാണ്. പക്ഷേ ഇതെല്ലാവരും കൂടെ എനിക്ക് വന്നു. അങ്ങനെയാണ് ഇതിലെ ക്ലൈമാക്സ് ഫൈറ്റ്. കൂട്ടടിന്ന് നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടേ ഉള്ളൂ, അത് നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലൊക്കെ. പക്ഷെ അത് ലൈവായിട്ട് ഞങ്ങളവിടെ പുള്ളി അത് ചെയ്തെടുത്തു. അതിൽ അതിനുണ്ടായിരുന്ന 100-300ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ആ കുട്ടികളെ സമ്മതിക്കണം. അല്ല, അത് വീട്ടിലെ ഫൈറ്റാണ്. പുള്ളിയുടെ വീട്ടിലെ ഫൈറ്റ് എൻ്റെ ശേഷമാണ്. അതായത് സൗരി എന്നെയാണ് ഞങ്ങളുടെ മോനാണ് വൈഫായിട്ട് അടിച്ചു മാറ്റി നീലൂടെ അത് പറ, എന്തേലും വേണമല്ലോ. ഇത്രയും നാള് ഉപ്പുമുള നീലൂടെ ഭർത്താവെന്നുള്ള ഇപ്പൊ അടിച്ചു മാറ്റി ഇവിടെ. അത് ഞാൻ കൂട്ടുകാരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു മാറ്റിയതാ. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ ചോദിച്ചോ എന്നാ കിട്ടേണ്ട ഉത്തരം കിട്ടിയില്ലേ? അങ്ങനെ
പോയി എന്ന് അടിച്ചു മാറ്റിയെടുത്തു. അപ്പൊ നമുക്ക് ഫൈറ്റിലോട്ട് വരാം. അതും ഒരു ഫൈറ്റാണ്. അല്ല പേടിച്ചിട്ടാ മുതലാളി. എന്ത് അവിടെ പോയി പിടി കിട്ടും. അല്ല അപ്പൊ ഫൈറ്റിലോട്ട് എത്ര തിരുമിയെന്നൊന്ന് ചോദിക്കുക, എത്ര ദിവസം? അത് എന്റെ മിസ്റ്റേക്കാണ്. നമ്മളെ തിരുമാൻ പോയതാ അല്ല തിരുമമ്പല്ല ഈ ചെയ്ത കാര്യത്തിലൂടെയുള്ള സംഭവം. ഇത് കട്ട് ചെയ്യണേ. ഗോൾ അടിച്ചത് കട്ട് ചെയ്യും. പീറ്ററേയും വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ യോധയില് ചെയ്ത് ശ്രീമാർ പറയണല്ലേ ബിജേട്ടൻ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഷാപ്പില്ല അവിടെ ചെന്നിട്ടാണ് ഇറക്കി വെച്ചത്. അതിനകത്ത് വരുന്ന ഒരു വരവില്ലേ, ജഗതിച്ചേട്ടൻ വരുന്ന ഒരു വരവില്ലേ, അതേ വരവ്, കൂടുതലൊന്നും പറഞ്ഞ അതേ വരവ് എന്ന് റിയൽ ആയിട്ട് അല്ല ഞാൻ പറയട്ടെ, ഇത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ 3 ദിവസമായിരുന്നു ആ ഫൈറ്റ് കഴിഞ്ഞാൽ ദേഹം മൊത്തം അപ്പടി മണ്ണ് പൊടി ഈ കാലിനകത്തൊക്കെ ചെളി അങ്ങനത്തെ ഫൈറ്റ് ആയിരുന്നു. കാരണം എന്തൊക്കെ അവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ കണ്ണിൽ കാണും അതൊക്കെ എടുത്തുള്ള അടിയാണ്. പടപടാനുള്ള അടി. ആരും വെറുതെ വയ്ക്കുന്നില്ല, ഒരാൾ പോലും വെറുതെ വയ്ക്കുന്നില്ല. പൊടി പടലങ്ങൾ പറക്കുന്നു വീഴുന്നു. അടിയുടെ വെയിറ്റ് ഞാൻ പറയട്ടെ, ഒരു അടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡമ്മി സിനിമയാണല്ലോ ചെയ്താലും എൻ്റെ അകത്ത് വെക്കുന്ന സാധനവും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ അടി കറക്റ്റാണ് കിട്ടണത്. അടി കിട്ടിയിട്ടേ ആ ഷേക്ക് നമ്മള് കാണിക്കണ്ട, അത് വന്നോളും. ഓർക്കുമ്പോ തന്നെ സങ്കടം മുഖത്തുണ്ട്. അങ്ങനെ അത്ര ഒരുപാട് അത്ര ഒരടിയല്ല ആലോചിച്ചോളൂ. കിച്ചു ബ്രോയുടെ അടുത്ത് പറഞ്ഞപ്പോഴേ ചേട്ടന് 3 ദിവസമല്ലേ 10 ദിവസം എന്നാ ഇപ്പൊ നമുക്ക് മെയിൻ മറ്റു സാധനം പറഞ്ഞു കൊടുത്താലോ? എന്റെ കാര്യം പറയൂ. അത് ഞാൻ പറയട്ടെ. ആരെയും പറയാം. പീറ്റർ ഹെയ്ൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിപ്പോയി ഈ സിനിമയോട്. വളരെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര എന്താ പറയുക പേഴ്സണലി ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഫൈറ്റ് മാസ്റ്റർ ചെയ്യുന്നതായിരിക്കില്ല, ഇതൊക്കെ ഡയറക്ടർ പറഞ്ഞ് നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് കൂട്ടി എന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് വരെ നോ, ഡൊമസ്റ്റിക് വയലൻസ് സീക്വൻസ് അത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഒരു ദിവസം ഞങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയിൽ ബിജുചേട്ടനുണ്ട് ഫ്രണ്ടിൽ. ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് പീറ്റർ ഹെയ്ൻ്റെ അടിയൊക്കെ? നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കേട്ടു മറ്റേ ഡൊമസ്റ്റിക് വയലൻസ് പുള്ളി തന്നെ എടുക്കുന്നത് ആണോ? അന്ന് പിന്നെ നന്നായിരുന്നു. അവിടെ എത്തി അല്ല ഞാനും അങ്ങനെ സമ്മതിക്കത്തില്ല. അത് ഞാൻ നോക്കിയിട്ടേ നിൽക്കുള്ളൂ. ഞാൻ നോക്കും, അല്ലാതെ ഞാനൊന്നും മാറിക്ക് നിൽക്കും. ഇവരുടെയൊക്കെ കഥ കേട്ടിട്ടേ നടക്കാനൊന്നും വയ്യാതെയാ വരുന്നത്. അപ്പൊ ഞാൻ ചെന്ന് അന്ന് ആദ്യത്തെ ദിവസം ഗംഭീര സീക്വൻസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതുപോലത്തെ ഒരു സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ എല്ലാം റിയലാണ്. എൻ്റെ കൈ ഒടിഞ്ഞു. 1 മാസം കൈ പ്ലാസ്റ്ററിൽ ആയിട്ടിരുന്നു. ഞാൻ നേരെ ലൊക്കേഷൻ അതെ സന്തോഷം കണ്ടോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്തൊരു സുഖമായിരുന്നു നിങ്ങളെ കുറെ നാള് കാണാണ്ടിരുന്നപ്പോ. ഞങ്ങള് തമ്മിൽ കുറെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ വഴിക്ക് ആ സന്തോഷം കണ്ടോ വന്നത്? 1 മാസം അല്ല ചിരിച്ചെങ്കിൽ നമ്മള് കിട്ടാതെ പൊട്ടി ചിരിച്ച് തൊടയിലടിച്ചടിച്ച് അല്ല ആദ്യത്തെ ദിവസം കാറല്ലേ വലിയ ഗമയിലിരുന്ന ആള് പിറ്റേ ദിവസം. പിന്നെ ഞാൻ ഇനി ആ ഫോട്ടോ ഇറക്കാം. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട് തരാട്ടോ. ഇവരുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ഉണ്ട്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പുറത്ത് പറയാതിരുന്നത്. 1 മാസം കൈയൊടിഞ്ഞ് നല്ല സുഖമായിട്ടിരുന്നു. അല്ല അതിങ്ങനെ വരുന്നതാവുള്ളൂ. അല്ല നമ്മളിപ്പോ ആ കഥ പറയുമ്പോ ഇപ്പൊ അത് തമാശയാണ്. അന്ന് ഇവര് ഞെട്ടിപ്പോയി. അന്ന് നമ്മളെല്ലാരും ടെൻഷൻ. കാരണം എന്നെ തലേ ദിവസം ഉപദേശിച്ചാണ് ഫൈറ്റൊക്കെ നോക്കി ചെയ്തോളൂ അതാണ് പറഞ്ഞ. ഞങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കാണ്. എല്ലാരും ചേച്ചി എപ്പോഴും കൂളായിട്ട് എടുക്കുക. പുള്ളിക്കാരി കൈയൊക്കെ മറ്റേ ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് എനിക്കറിയായിരുന്നു എന്തോ ഒരു കുഴപ്പമായിട്ട്. എനിക്കറിയാം ഒന്നാമത് ഇന്ന് പൗർണമിയില് എന്തോ ഇതാന്നൊക്കെ പറഞ്ഞു താളൊക്കെ നോക്കി 1 മാസം അവിടെ വീട്ടിൽ സുഖമായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഞാനും ശ്രീത്തായിട്ട് നിന്ന് ഷൂട്ട് മുടങ്ങൊന്നുമില്ല. ഇല്ല, അവര് വേറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. എന്റെ ജീവിതം 1 മാസം മുടങ്ങിയെന്നുള്ളൂ. അല്ല ശ്രീത്തുണ്ടല്ലോ ഒരു സീൻ എടുക്കാൻ വെക്കാന്ന് വെച്ചോ, മഴയാണെങ്കിൽ ആ സമയത്ത് ആ മഴയുടെ ചെയ്യാൻ കുട വരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മഴ ഇല്ലെങ്കിൽ ആ സമയം ഒന്നും വേസ്റ്റ് ആക്കാതെ ഞങ്ങളൊരു സീൻ എടുക്കാൻ വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു ഷൂട്ടിംഗ്. പക്ഷേ ഇത് അല്ല ഇപ്പൊ വിഷ്ണു പറഞ്ഞ വേറെ ആളുണ്ടോ,
തലേദിവസം എനിക്ക് വരെ ഉപദേശം നമ്മൾ പിറ്റേന്ന് കഴിയുന്നുണ്ട്. അതെ, അതാണ് പീറ്റർ ഹെയിന്റെ റിയലിസം ഈ സിനിമയിൽ. അപ്പോഴും ഇതിനകത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ സീരിയസ് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ നമ്മൾ ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല. ഈ റെക്കോർഡിങ്ങിന്റെ സമയത്തൊക്കെ ആ സീൻ നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും എന്റെ ദൈവമേ നമുക്ക് ചങ്ക് പറയും. അത് ശരിക്കും അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് എല്ലാ ഫൈറ്റും എനിക്ക് തോന്നുന്നു പീറ്റർ ഹെയിൻ രണ്ടും കൽപ്പിച്ചു വന്നതാണ്. എന്തായാലും ഇവന്മാർ ഇത്രയും റിയലിസ്റ്റിക് സിനിമ എടുക്കുമെങ്കിൽ ഞാൻ റിയലിസ്റ്റിക് ഫൈറ്റും എന്താന്ന് കാണിച്ചു തരാമെന്ന്. ശരിക്കും പക്ഷെ അത് കാണേണ്ട കാഴ്ചയാണ്. പക്ഷേ സിനിമ ഒത്തിരി പ്രതീക്ഷ വരുന്നു കേട്ടോ നമുക്കൊക്കെ. ഇനി പ്രേക്ഷകരാണ് തീരുമാനം. നമ്മളുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി പ്രേക്ഷകരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. വിജയണ്ണ എത്ര സ്ഥലത്ത് ഒഴിച്ചെല്ലാം പോയി? കൈ കൈ ഇടയ്ക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ടോ? സന്തോഷം ആ സന്തോഷം കണ്ടോ? അപ്പൊ മനസ്സിലായി. കയ്യില് വേറെ ഇപ്പൊ മനസ്സിലായി. എന്നോട് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് മാത്രമൊന്നല്ല, പൊതുവെ എല്ലാവരോടും അങ്ങനെയാണ്. ഇത് രണ്ടും കൽപ്പിച്ചു വന്നേക്കാണ്. അതെ അതെ. ഇങ്ങോട്ട് തന്നു വാങ്ങിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്ണുവിന്റെ ചോദിക്കും. വിഷ്ണു 3 ഫൈറ്റ് ഉണ്ട്. ഒരു ഫൈറ്റ് തിരുമിന്റെ കാലം കൊണ്ട് വിഷുവിലേക്ക് പോകുന്നുണ്ട്. തിരുമല്ല തിരുമ റെഡിയായി. ഓക്കെ, ഇപ്പൊ നല്ല സുഖം സന്തോഷമാണ്. സങ്കടമായില്ലേ? തോടെ സങ്കടമായില്ലേ? എവിടെയൊക്കെ തിരുമാൻ പോയത്? അല്ല ഏതൊക്കെ സ്ഥലത്ത് പോയി? 2-3 സ്ഥലങ്ങളിൽ. ഒരേ സ്ഥലത്ത് 2-3 ദിവസം 2-3 ദിവസം തിരുമണ്ട വന്നല്ലേ? അല്ല 2-3 2-3 സ്ഥലം, 1 മാസത്തോളം പ്രശ്നം. 2-3 സ്ഥലങ്ങളിൽ പോയി. അകത്ത് കലങ്ങിപ്പോയി, ചതവുണ്ടായി. ചതവുണ്ടായി. നേരത്തെ പറഞ്ഞ നമുക്ക് ഡെമിയ തരുന്നെങ്കിലും അതിന് വെയിറ്റ് ഉണ്ട്. വിഷ്ണു മിണ്ടുന്നില്ല, പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. വിഷ്ണുവിന്റെ ഉണ്ടായ ഇടി അടുത്ത് വിലക്കമ്മുണ്ട് ഒന്നും പറയുന്നില്ല. ശ്രീത്ത് പറഞ്ഞിട്ട് ഒരിടത്ത് പോയി 5 ഫൈറ്റിലുള്ള ആളാണ്. എന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഒരു പരിക്കും ഇല്ലാതെ ശ്രീധരൻ പറയുകയാണ്. അത് ഫൈറ്റ്. അത് ഞാൻ വീടിന്റെ അടുത്ത് ഓടാൻ പോയപ്പോ പക്ഷെ 5 ഫൈറ്റും ഫൈറ്റ് ചെയ്ത ആള് അല്ല, വിഷ്ണുവാണ്. എനിക്ക് ഇതിനു മുമ്പ് പല അപകടത്തിൽ പറ്റിയിട്ടുള്ള ആളാണ്. അതെ അതെ, ഇപ്പോഴും കൈയുടെ പാട് മാറിയിട്ടില്ല. ടിനിച്ചാണ്ട എന്നെ വിളിക്കുന്ന ബോൺ ആക്ടർ എന്നാ. എപ്പോഴും ബോൺ ഒടിയൂങ്ങി. ഇപ്രാവശ്യം എനിക്ക് തന്നു ആ ഭാഗ്യം. അല്ല, ഈ സിനിമയിലാണ് എനിക്ക് യാതൊരു പരിക്കും സംഭവിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് നടക്കാറിയപ്പോ കാലോട്ട് ചെയ്യും. പറ്റാത്തതുണ്ട്. കാലം തുളുങ്ങിയതുള്ളൂ. അല്ല ഇതല്ല ഇപ്പൊ അല്ല പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ഇടി കിട്ടിയാലും നമ്മൾ സഹിക്കാൻ തയ്യാറാ. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ കരിയറിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അല്ലെ, വലിയൊരു പടമാണ് പീറ്റർ ഹെയിന്റെ ആക്ഷനില്. അതായത് ഒരുപാട് ചെയ്യാനുള്ള പടമാണ്. ഇടി മാത്രമല്ല, ഇമോഷണലിയും ചെയ്യണം എല്ലാം. അതായത് ഒരു ആക്ടറിന് കിട്ടാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ സിനിമ. വിഷ്ണു പറയുന്ന ഒരു ആക്ഷൻ സിനിമ, ഒരു ഇടിപ്പടം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആകണം. അതിനകത്ത് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്ന് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സിനിമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചെയ്തതിൽ അന്ന് വെടിക്കെട്ട് തന്നെയായിരുന്നു. ആ വെടിക്കെട്ടിൽ വലിയ ആക്ഷനും കാര്യങ്ങളും, ഒരു ഗുണ്ട എന്ന നിലയിലേക്ക് ഒരു സഹോദരിയുടെ വേണ്ടി എന്തും ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉണ്ട്. അതിൽ നിന്നും മാറി ഒരു ഇടിപ്പടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് മനസ്സിലായില്ലേ, ഒരു ഇടിപ്പടം ചെയ്യുന്നത് അത്ര ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. അങ്ങനെ ഒന്ന് തോന്നിയിട്ടില്ലേ? പിന്നെ ഒന്നും ഈസി അല്ലല്ലോ. നമ്മള് മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുന്നതിന് അപ്പുറമാണ് ഇടിപ്പടം ചെയ്യുന്നത്. തീർച്ചയായും അതില് ആ ഫിസിക്കൽ എക്സേഷൻ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന്റെ 10 മടങ്ങാണ് ശരിക്കും ഇതില് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ഉള്ളത്. അല്ല, പടത്തില് നമ്മൾ ഒരു ഷോട്ടല്ലേ കാണുന്നുള്ളൂ. അതെ അതെ, എത്രയോ റിഹേഴ്സൽ കഴിയണം, എത്ര ടേക്ക് കഴിയണം, എത്ര ഇടി വാങ്ങിക്കണം, എത്ര കൈയോടിയണം. അത് മറ്റുള്ളവർ അറിയുന്നില്ല. ലൊക്കേഷൻ വന്ന് നിൽക്കുന്നവർക്കല്ലേ അത് കാണുമ്പോഴല്ല മനസ്സിലാവില്ല ആ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി ഇതുപോലെ ക്രൗഡ് ഫൈറ്റും കൂടി ആവുമ്പോ ഒരിക്കലും പെട്ടെന്ന് തീരുമില്ല. ഒരു നാടൻ സ്റ്റൈൽ ഫൈറ്റ് ആണോ അതോ ഞാൻ ഈ ക്രൗഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ ക്യാമ്പസിൽ ക്രൗഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നാടൻ സ്റ്റൈലും അല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല, കണ്ടു തന്നെ തീരുമാനിക്കണം നമ്മൾ. അതൊരു പീറ്റർ ഹെയിൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ട് തീരുമാനിക്കേണ്ട ഒരു ഫൈറ്റ്. ശരിക്കും നമ്മൾ ഈ കൂട്ടയടികൾ എവിടെയെങ്കിലും സ്കൂൾ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ പരിപാടി. അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ. കൂട്ടിയടിപ്പിക്കുന്നതല്ല, കൂട്ടയടി. അല്ല, കൂട്ടയടിയിലല്ല, പല ആളുകൾക്കും പലതും സംഭവിക്കാം. അതെ, കൂട്ടി അടിപ്പിക്കുന്നതല്ലാതെ അവിടെയും പിടിച്ച് അല്ലേ? എന്തിനൊരു തിരി കൊടുത്തു എനിക്ക് വേറെയിലേക്ക് പോവാനുള്ള പരിപാടിയാണ്. മേഡത്തിന് ഇടിയൊന്നും കിട്ടിയില്ലേ? നോക്കിയിരുന്നു
കണ്ട് രസിച്ച്. അതെ, ഭർത്താവ് ഇടി വാങ്ങിക്കുന്നത്. ഭർത്താവ് ഇടി വാങ്ങാൻ നോക്കി കണ്ടു. പക്ഷെ ഇടി വാങ്ങിക്കുക മാത്രല്ല, കൊടുത്തിട്ടും ഉണ്ടല്ലേ ഇഷ്ടം പോലെ ഇതില്. കൊടുക്കലാണ്. നമ്മൾ കാണാത്ത ഒരു ബിജുചേട്ടനെ നമ്മൾ കാണും ഈ പടത്തിൽ. ഇതുവരെ ആരും പ്രതീക്ഷിക്കില്ല. വാങ്ങിക്കലല്ല. ഇതിലിപ്പോ എന്താ ഒരു സിനിമാറ്റിക് ഒരു എന്താ നമ്മള് അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉള്ള പടത്തിലുണ്ടെങ്കിൽ അത് ബിജുചേട്ടന്റെ ഫൈറ്റ് ആണ്. അല്ല ബിജുചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷൻ എടുത്തപ്പോൾ ഈ സിനിമയെ കുറിച്ച് കുറച്ചെന്നോട് പറഞ്ഞു. ഒരു വെറൈറ്റി ആണ് ഞാൻ ഈ സിനിമ. അതായത് ഹൈദരാലി നമ്മുടെ ഈ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ചെയ്യുന്നില്ലേ, അതുപോലെ കൊടുത്തു. ഹൈദർ ഹൈൻ കേട്ടോ ഇന്ന് മുതല്. ഹൈദർ ഹൈൻ കൂട്ടാടി എന്നാൽ ഇതൊരു ഇടിയം പടം മാത്രമല്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് വിഷ്ണുവിനെ വിളിക്കുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡെന്നാണ്. കാരണം അവൻ്റെ ഫേസിൽ ഭയങ്കര ഇതുവരെ കാണാത്തൊരു വിഷ്ണുവിനെ ആയിരിക്കും. കാരണം നമുക്ക് ഇഷ്ടം തോന്നും. നമുക്ക് ഒരു ഇവിടെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അല്ല അങ്ങനല്ല. അല്ല ഈ സിനിമയില് ഒരു സീനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇവിടെ ഒരു വിഷമം തോന്നും. ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു സ്നേഹമയ്യായ അമ്മായി അല്ല. പക്ഷെ ആ അമ്മായിക്ക് വേറെ പാവം തോന്നുന്നുണ്ട് ആക്ച്വലി. അങ്ങനെ ചെയ്യുമ്പം വിഷ്ണുവിന്റെ ഓരോ നോട്ടവും ഒരു സീനില് വിഷ്ണുവിന്റെ ഒരു നോട്ടം അതിന് ഭയങ്കരമായിട്ട് ഞാനത് ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രീത്തിന്റെ പുറകെ നടക്കായിരുന്നു. എനിക്കൊരു പാവം ഒരു അതിന്റെ മുഖത്തൊക്കെ ഒരു പാവം സീതായെന്നും പറഞ്ഞോണ്ട് വന്നിട്ട് ശരിക്കും ഞാൻ കാണുമ്പോൾ എപ്പോഴും വിളിക്കുന്ന ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയുന്നത് ഈ പടത്തിൽ. ശരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ഈ ഒരു ഇതിന് ഈ അടിക്ക് പോലും അവന്റെ ഒരു അല്ലേ എങ്ങനെ അത് പറയണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഒരു സീനിൽ പുള്ളിക്കാരിനെ നല്ലവളാക്കിയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ചോദിച്ചു വാങ്ങിയത് അല്ല, ഞാൻ ഡബ് ചെയ്യാൻ വരത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് എനിക്ക് കൊച്ചിനോട് ഫേസിൽ ഓരോ സീൻ കഴിഞ്ഞുള്ള ഓരോ നോട്ടം ഉണ്ടല്ലോ, അത് വിഷ്ണുവായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യാം. ആക്ച്വലി നമ്മൾ കാണാത്തൊരു വേറെ എനിക്ക് ശരിക്കും എന്റെ കണ്ണ് ഞാൻ പുറകെ നടന്നു വിഷ്ണുവിനോടൊക്കെ പറഞ്ഞു. മോനെ എനിക്ക് ഭയങ്കര എനിക്ക് ഒരു സീൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ തന്നെ എന്നോട് തന്നെ എനിക്ക് ദേഷ്യം എന്തൊരു ക്രൂരാണോ എന്ന്. അവന്റെ ആ നോട്ടത്തിൽ ആ നോട്ടം. പക്ഷെ ആ യാഥാർത്ഥ്യം ഞാൻ ഈ സിനിമയിലൂടെ തിരിച്ചറിഞ്ഞാണെന്നുള്ളത്. പോരെ ഇടിയൻ ചന്തു അല്ലേ കൊടുക്കും. അത് തന്നെയാ ആ പേര് പോലെ ഇവിടെ എല്ലാവർക്കും എനിക്ക് കിട്ടുന്ന പോലെ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് എനിക്ക് സമാധാനം. പക്ഷെ എന്താണേലും ഞാൻ നമ്മുടെ കെട്ടിയോളണ്ണമല്ല ആസിഫ് അലി ആ ഒരു ഇതില്ലേ അതുപോലെ വേറൊരു വിഷ്ണു ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അങ്ങനെ വിഷ്ണുവിനെ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർ അന്നും ഇന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു വ്യക്തി എന്ന് വെച്ചാൽ അഭിനയത്തിന്റെ അല്ല സ്വഭാവത്തിൽ മാറ്റങ്ങൾ. നമ്മളൊന്നൊരു ഫോൺ ചെയ്ത് അപ്പം തന്നെ എന്ത് തിരക്കൊണ്ട് ഇടത്തിൽ തിരിച്ചു വിളിക്കുന്നത് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല സിനിമയാണ് വിഷ്ണു, നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട വെടിക്കെട്ട് സിനിമ അതിൻ്റെ ഒരു ഫലം കിട്ടാതെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പലതും ആലോചിച്ചാണ്. നമുക്കൊക്കെ ഭയങ്കര സങ്കടം വന്നൊരു സിനിമയാണ്, അത്രയും കഷ്ടപ്പെട്ട സിനിമയല്ലേ. ആ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലൂടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. എവിടെയായിരുന്നു ലൊക്കേഷനൊക്കെ? കോതമംഗലത്തായിരുന്നു. പക്കാ നാട്ടിൻപുറത്താണ്. അതെ അതെ അല്ലേ? അവിടെ മാറേലിയാസ് എന്ന് പറഞ്ഞ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. സ്കൂളിൽ വെച്ചായിരുന്നു മേജർ പോർഷൻസ് ഷൂട്ട്. പിന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു. കൊച്ചിയിലാണ്. നമ്മുടെ ചന്തു ഒക്കെ എങ്ങനെയാണ്? ചന്തു ഇതില് മെയിൻ ലീഡ് വില്ലൻ റോളാണ്. വില്ലൻ റോളായിട്ടാണല്ലേ? നേരെ ഓപ്പോസിറ്റ് ആണ്. ചന്തു ഒക്കെ തമിഴ് ക്യാരക്ടറായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. സലിമേടനുണ്ട്. സലിമേടനും ചന്തു ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അവര് കോമ്പിനേഷൻ സീൻ ഇല്ല ആക്ച്വലി. സ്റ്റിൽ അവരുള്ള രണ്ടുപേരും ഉള്ള പടം ആദ്യമായിട്ടാണ്. അച്ഛനും മോനും ഒരുമിച്ച ഒരു സിനിമ, അത് ഈ സിനിമയാണ് ഇടിയൻ ചന്തുവിലൂടെയാണ്. എത്ര ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു? ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരുന്നു മറന്നുപോയി. പ്രൊഡ്യൂസർ അത് മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ദിവസം പോയി വന്നു. 38 ഏതൊരു സംഖ്യ പറ, ഇപ്പൊ ആർക്കെങ്കിലും അറിയാവോ? 40 ദിവസത്തിനുള്ളിൽ ഫിക്സ്. ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല 40. പക്ഷെ ആക്ച്വലി പടം കണ്ടാൽ ഒരു 80-90 ഡേയ്സ് എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു പടത്തിന്റെ ഫീലുള്ള പടമാണ്. എസ്പെഷ്യലി ആ കൂട്ടത്തല്ലുകളൊക്കെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു അത് പീറ്റർ ഹെയിന്റെ എക്സ്പീരിയൻസ് കാരണമാണ് അവർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഫൈറ്റിന് എത്ര ദിവസം മൊത്തം? 5 ഫൈറ്റ് ഉണ്ട്, 4 ഫൈറ്റ് ഉണ്ട്. ഫൈറ്റിന് മാത്രം കുറേ ദിവസങ്ങൾ, ഏറ്റവും കൂടുതൽ ഡേറ്റ് വേണ്ടത് ഫൈറ്റിനായിരിക്കുമല്ലോ. അല്ല, അത് ഞങ്ങൾ പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തു എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. അങ്ങനത്തെ പരിപാടിയാണ്. സീൻസിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഫൈറ്റിന് ആണ് നമ്മൾ കൂടുതൽ ദിവസം എടുക്കേണ്ടി വന്നിട്ട്.
അതങ്ങനെയാണ്, കാരണം 300ഓളം സ്റ്റുഡൻസ് ഈ ക്ലൈമാക്സ് ഫൈറ്റിന്റെ കാര്യം മാത്രമേ ഈ സ്റ്റുഡൻസ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നവരാണോ അതോ സ്കൂളുകളിൽ നിന്നും സെലക്ട് ചെയ്താണ് എങ്ങനെയാണ്? കോട്ടപ്പടിയിലുള്ള ആ സ്കൂളിലുള്ള കുട്ടികളുണ്ട്, വേറെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്. അതിൽ ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പിള്ളേർ, അതായത് കരാട്ടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അക്രോബാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പലയിടത്തു നിന്ന് വന്ന പാക്കർ ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇവരെല്ലാവരും മിക്സ് ചെയ്ത് പല പല ബാച്ചസ് ആയിട്ട് തിരിച്ച് അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലാലു അലക്സ് കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കുറെ ആയി ലാലു അലക്സ് സിനിമയിൽ ഉണ്ടായിട്ട്. പക്ഷെ ഇതൊരു നല്ലൊരു എനിക്ക് തോന്നുന്നു സ്കൂൾ പ്രിൻസിപ്പൾ മാനേജർ അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്ന കഥാപാത്രം അല്ലേ? അതെ അതെ, ഒരു പവർഫുൾ ക്യാരക്ടറാണ് അത്. പുള്ളിയുടെ ഒരു ഇടപെടൽ കഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭയങ്കര മാസ് പരിപാടി. ഒരു നായകൻ നായിക അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല, ഒരു ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഒരു ട്രാക്കല്ലോ നേരത്തെ പറഞ്ഞ പോലെ. ഇല്ല, നായികയൊക്കെ ഉണ്ട്, നായികയൊക്കെ ഉണ്ട്, പ്രോപ്പർ നായികയുണ്ട്. നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയാണ് ഇതിലെ നായിക. അത് കഥയിലെ അമ്മ മോൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു ട്രാക്ക് പോകുന്നുണ്ട്. എന്നാൽ മോന് ഗേൾ ഫ്രണ്ട്സും പിന്നെ ശരിക്കും പ്രണയമുള്ള ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. അത് അങ്ങനെ ഒന്നും ചില്ലറക്കാരനല്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിലെ കഥാപാത്രം ലെനയുടെ മുടി വെട്ടി ഒരു കാശിക്ക് പോയ പോലെ എനിക്ക് തോന്നുന്നു. അതൊരു രംഗമാണ്, അത് സിനിമ കണ്ടല്ലോ അറിയേണ്ട രംഗമാണ്. ഇത് സിനിമയിലുള്ളതാ, നമ്മൾ വെറുതെ പോസ്റ്ററിലുള്ളതല്ല, ആക്ച്വലി സിനിമയ്ക്കുള്ളതാണ്. മകൻ നന്നാകാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഒരു കാര്യം ഉണ്ടായില്ല ചേച്ചി, മുടി വിഷ്ണു ആട്ടോ മുട്ടടിക്കുന്നേ. ഇനി മുട്ടടിക്കാൻ എനിക്ക് വയ്യ, ഒന്നടിച്ചതാ. അതെ. പക്ഷെ എനിക്ക് ആക്ച്വലി എല്ലാ അമ്മ മോൻ റോൾസും വിജയിക്കുന്നത് എപ്പോഴും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ്. അത് എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഈ പടത്തിൽ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു നിഷ്കളങ്കത ഉണ്ട് ഈ ക്യാരക്ടറിന്. ഈ കാണുന്ന വിഷ്ണു അല്ല, ഇത് തീരെ ഇല്ല. ഇതിപ്പോ എങ്ങനെയൊക്കെ കാണിച്ചാലും പക്ഷെ എന്തോ ഭയങ്കര വ്യത്യാസമുണ്ട് ആ പടത്തിൽ. നമ്മൾ ആരും കാണാത്തൊരു ഫേസും ബിഹേവിയറും. നമുക്ക് ഭയങ്കര ഈസിലി ആ കുട്ടിയുടെ അമ്മയാവാൻ പറ്റും. ഈ വിഷ്ണുവിന്റെ അമ്മയൊന്നും ആവാൻ പറ്റില്ല എനിക്ക്. അത് പറയും അമ്മാവന്റെ അതേ നിഷ്കളങ്കത കിട്ടിയിട്ടുണ്ടെന്ന്. അല്ല, അതിങ്ങനെ ആ സീനിലില്ല, അതിങ്ങനെ വെറുതെ പറയും. അങ്ങനെയാണ് അതിന്റെ കഥ, എങ്ങനെയാണ് പറയാതെ പറയാന്ന് കഥ. അല്ല അന്നാ ഭാര്യയുടെ അടുത്ത് വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചേ? വളരെ ഇതാ, ഏത് പറ, അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം. പക്ഷെ അവര് ദിവസം കാണിച്ചു കൊടുക്കും എന്താണെന്ന്. അതാണ് കഥ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ രസം. അത് കാണാൻ മനസ്സിലാവും എന്താണെന്ന്. എല്ലാവർക്കും പെർഫോമൻസിനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ശ്രീജിത്തിന് ക്രാഫ്റ്റ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഇഷ്ടംപോലെ ഫ്രീഡം തന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് പറയാം, എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാത്തിലും നമുക്ക് അഭിപ്രായം പറയാം. അതൊന്നും നല്ലതെല്ലാം എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ലൈവായിരുന്നു. നമ്മുടെ ലൊക്കേഷനും ഭയങ്കര ലൈവ്ലി ആയിരുന്നു. നല്ല ഡയറക്ടർ. എന്നെ തടവനൊക്കെ കൊണ്ടുപോയി. അത് 2 ആഴ്ച ഞാൻ ശ്രീത് റെഡി ആയില്ല ഇതുവരെ, ചേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ആവശ്യത്തിനോ അനാവശ്യത്തിനോ തിരുമൽ ഇവിടെ ഒരു മാസം കാസ്റ്റ് പ്ലാസ്റ്റർ. അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഒരു പടമാണ് വരുന്നത് ഈ വരുന്ന 19-ാം തീയതി. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ സുഹൃത്തിന്റെയാണ് ബാക്ക് ടു ബാലൻസ് എന്ന് പറഞ്ഞ അക്യുപഞ്ചറിന്റെ ഒരു. അപ്പൊ അവിടെ പുള്ളി പറഞ്ഞു വെച്ച് ആഴ്ചയിൽ 2 പേര് വെച്ച് കാലൊക്കെ മിഷനിൽ വെച്ചിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെസിലിറ്റീസ് ഒന്നും തന്നില്ല എന്ന് പറയരുത്. പ്രൊഡ്യൂസർ ഇതെല്ലാം അറേഞ്ച് നമുക്ക് അറിയാതെ എല്ലാം കിട്ടുമെന്നുള്ള ഉറപ്പ്. ഞാൻ വിചാരിച്ചിരുന്നത് ആ ലൊക്കേഷനിൽ ഒരു ആംബുലൻസ് സ്ഥിരമായിട്ട് അവിടെ സ്റ്റാൻഡ് ബൈയിൽ നിർത്തണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ആ വേണ്ടിവരും. സ്കൂളിൽ ഒരു നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര പിള്ളേര് അത് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും നമ്മളെ ട്രെയിലറിൽ ഈ പറഞ്ഞ ഈ 300 പേര് ചാടി ഇറങ്ങി ഓടി വരുന്നത് ഒരാൾ വീണ് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റില്ല. പിള്ളേർക്കെല്ലാം അതിന് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പേ കൃത്യമായ ക്ലാസ് രാവിലെ മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് എന്നിട്ടാണ് തുടങ്ങുക. പക്ഷെ പുള്ളിയുടെ ഈ സംസാരം കേട്ട് കഴിയുമ്പോൾ പിള്ളേര് ചാർജിലേക്ക് ആവും. എന്നിട്ട് പറഞ്ഞ പിള്ളേര് വേറെ വൈബാ.
എന്നിട്ട് ഈ വില്ലന്മാരെ എടുത്തിട്ട് അടിക്കലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സംസാരം 3 ടേക്ക് നന്നായ ടേക്കുകളാ. അത് കഴിഞ്ഞിട്ട് ശ്രീജിത്ത് രവിനെ മാറ്റി കൊണ്ടുപോയി എന്തോ പറഞ്ഞു പീറ്റർ ഹെയ്ൻ. അത് കഴിഞ്ഞിട്ട് എന്റെ കൈ ഒടിഞ്ഞത് ആവേശം കൂടിയിട്ടേ. എന്നുവെച്ചാൽ അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. ആർക്കാണെങ്കിലും അടുത്ത ആളെ പിടിച്ചിങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കാൻ തോന്നുന്ന ലെവലിലാക്കി കൊടുക്കും. ശരിക്കും പുള്ളി നമ്മൾ കണ്ട ഒരു ലൈവ് വയറാണ് പീറ്റർ ഹെയ്ൻ. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ കണ്ടിട്ടുണ്ട്, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പുള്ളി വേറൊരു ലെവൽ എനർജി ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു പോസിറ്റീവ് സിനിമയുടെ പ്രതീക്ഷയും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇടിയൻ ചന്തു എന്ന് പേരിൽ തന്നെ ഉണ്ടല്ലോ. ആ ഇടി കറക്റ്റ് ആവണം. പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ പ്രാധാന്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത്ര സിനിമയ്ക്ക്. ആരാണ് മ്യൂസിക്? ദീപക് ദേവാണ്. നമ്മൾ പുതിയ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. ദീപക്കേട്ടനാണ് നമുക്ക് പ്രമോ സോങ് ചെയ്തിട്ടുള്ളത്, ഡബ്സി പാടിയ പാട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക്കേട്ടനാണ്. സോങ് ഒക്കെ പുതിയ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല പാടിയിരിക്കുന്നത് ഡബ്സി, ദീപക്കേട്ടൻ്റെ പാട്ട് ഡബ്സി പാടിയിരിക്കുന്നു. പിന്നെ അരവിന്ദിൻ്റെയും മിൻഷാദിൻ്റെയും സോങ് പാടിയിരിക്കുന്നത് വിനീതേട്ടനും ഹരിചരണും. വിഷ്ണു അതിനകത്ത് പാടാൻ ശ്രമിച്ചില്ല? ഇല്ല. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു പാട്ട് അതുകൊണ്ടാണ് ഒരു പൈസയുടെ ഒരു കുറവും കൂടെ വരുന്നതായിരുന്നു ഞാൻ ഓർത്തത്. പാട്ട് പാടുന്ന ഒരാളാണല്ലോ. ഇല്ല, അതിലൊന്നും നമ്മൾ കോംപ്രമൈസ് ഒന്നുമില്ല. ഇങ്ങനെ വിഷ്ണുവിന്റെ പൈസയുടെ കാര്യത്തിലൊക്കെ എല്ലാവരും അല്ലേ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും. എനിക്ക് പേയ്മെന്റ് ഇല്ലല്ലോ, അപ്പൊ ആ കോടികൾ വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കില്ലല്ലോ. ആ കോടികൾ കൊണ്ട് പടം എടുത്തു. പക്ഷെ എന്തായാലും നല്ല പടം ആകട്ടെ, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു ജീവിതത്തിൽ എഴുതി വെക്കേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു. ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറഞ്ഞു. അത്തരം കഥാപാത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇടിയുടെ ഫലം സിനിമയിൽ ഉണ്ടാകട്ടെ, തിയേറ്ററിൽ ഓടിയ ആളുകൾ എത്തട്ടെ. അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും. വേറെ ഒന്നും ചോദിക്കുന്നില്ല. നന്ദി, നമസ്കാരം. അല്ല, യാത്ര ഇടയ്ക്ക് ടൂറൊക്കെ ആയിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞ് എന്താണ് കേരളത്തിൽ തിരിച്ചെത്തിയെന്ന്? അല്ല, എന്നാ തിരിച്ചത് കേരളത്തിൽ വന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വേണ്ടിയാണോ വന്നത്? ഞാനിപ്പോ കുട്ടിക്കാനത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. ഏത് പടാ? ഔസേപ്പിന്റെ വസിയത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ തുടങ്ങിയോ? ഇതൊക്കെ തന്നെ സിനിമ വിശേഷം തുടങ്ങിയല്ലേ? നമ്മൾ തമ്മിലൊരു കോമ്പിനേഷൻ ആ സിനിമയിലുണ്ട്. അതാണ് കണ്ടോ, ഇരിക്കാനുള്ള ഒരു ചാൻസ് ആ സിനിമയിൽ വരുന്നുണ്ടോ? അന്ന് പീറ്റർ ഹെയ്ൻ എന്നെ പഠിപ്പിച്ചതെല്ലാം ഞാൻ ഉപയോഗിക്കും. റിയലിസം ഇപ്പൊ കിട്ടി. ഇപ്പൊ തന്നെ കിട്ടി. ഈ പടത്തിൽ നമ്മുടെ പടത്തില് നമ്മളിപ്പോ ചെയ്ത പടത്തില് ഒരു മുക്കി കിട്ടി. ബ്ലഡ് വന്നില്ലേ? ആണോ? ഒറ്റ അടി. ഇപ്പൊ എല്ലാവരും ആ ചാൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ മനസ്സിലായോ? പല ആക്ടേഴ്സും നല്ലത്. ഞാൻ പറയട്ടെ, പല ആക്ടേഴ്സും അങ്ങോട്ട് ഡയറക്ടർ വിളിച്ചു, ഞാൻ അങ്ങോട്ട് കാശ് തരാം, ഒന്ന് പുള്ളിനെ ഡയറക്ടറിൽ കാസ്റ്റ് ചെയ്യുമെന്ന്. നല്ല ഐഡിയ. ഞാനൊന്നും ചോദിക്കാതെ മാന്യനായിട്ട് പോവുകയാണ്. എന്നെ ഇട്ടുകൊണ്ട് എന്നെ അങ്ങ് പിടിച്ചെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്ന ഒന്നുമില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു. എല്ലാം പരമസുഖം. മമ്മൂക്കാടെ പുതിയ പടത്തിലുണ്ട്. വലിയ സന്തോഷം. അതെ, ഇന്ന് പൂജയ്ക്ക് പങ്കെടുത്തു. ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാള പടം. എല്ലാം നല്ല സമയമാണെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇടിയൻ ചന്തു ഇറങ്ങാനായിട്ട്. എൻ്റെ ക്യാരക്ടർ എൻ്റെ സിനിമാ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ പടം കഴിഞ്ഞാൽ. ഉണ്ടാകണമല്ലോ. എല്ലാവർക്കും അത്തരം ഒരു സിനിമയായി മാറട്ടെ. ഒത്തിരി സന്തോഷം. സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഇതിന്റെ 50-ാം 100-ാം ദിവസമൊക്കെ ആഘോഷിക്കാൻ ജഗദീഷ് നമുക്ക് ഭാഗ്യം തരട്ടെ. കൂടെ ഉണ്ടാവും ഈ സിനിമയുടെ. താങ്ക് യു വെരി മച്ച്. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.